ചീമേനി ആണവ നിലയം സ്ഥാപിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിനിധി സംഘം ഡൽഹിയിലേക്ക്. ഇന്ത്യൻ അണുശക്തി നിയമം 1962, ആണവ അപകട ബാധിത നിയമം 2010 എന്നിവ പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിൽ ഭേദഗതി ചെയ്യുമെന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കെ ഉന്നത രാഷ്ട്രീയ നേതാക്കളെയും എംപിമാരെയും കണ്ട് നിയമ ഭേദഗതിയുടെ അപകടം ബോധ്യപ്പെടുത്താനുമാണ് പ്രതിനിധി സംഘത്തെ അയക്കാൻ ആണവ വിരുദ്ധ ദേശീയ സഖ്യം തീരുമാനിച്ചത്. 2008 അമേരിക്കയുമായി ഉണ്ടാക്കിയ ആണവ കരാറിനെ തുടർന്ന് 2010 ആണവ അപകട ബാധിത നിയമമുണ്ടാക്കി ആണവ നിലയ ദാതാക്കളുടെ ബാധ്യതകൾ ലഘൂകരിച്ചിരുന്നു. എങ്കിലും ഈ ബാധ്യത പോലും ഏറ്റെടുക്കാൻ ആഗോള ന്യൂക്ലിയർ ലോബി സന്നദ്ധമാകാത്ത പശ്ചാത്തലത്തിലാണ് ബാധ്യതകൾ വീണ്ടും ചുരുക്കിക്കൊടുക്കുന്ന നിലയിൽ നിയമ ഭേദഗതി കൊണ്ടുവരുന്നത്. ഇതുവരെ പൊതുമേഖലയിൽ ന്യൂക്ലിയർ പവർ കോർപ്പറേഷനാണ് ഇന്ത്യയിൽ നിലയം പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആഗോളതലത്തിൽ സ്വകാര്യ മേഖലയ്ക്കു കൂടി ഇന്ത്യയിലേക്ക് കടന്നുവരാൻ സൗകര്യമൊരുക്കാനാണ് അണുശക്തി നിയമം 1962 ഭേദഗതി ചെയ്യുന്നത്. ആണവ അപകടങ്ങളുണ്ടായാൽ എത്ര വലിയ സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാകുമെന്ന് ചെർണോബിൽ, ഫുക്കുഷിമ അപകടങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. പാർലമെന്റിനകത്തും പുറത്തും നിയമ ഭേദഗതിക്കെതിരെ ശക്തമായ പ്രതിരോധം ഉയർത്തിക്കൊണ്ടുവരണമെന്ന് അഭ്യർത്ഥിച്ചാണ് പ്രതിനിധി സംഘം പ്രതിപക്ഷ നേതാക്കളെയും എംപിമാരെയും കാണുന്നത്. ചീമേനി ആണവ നിലയം ഉപേക്ഷിക്കണമെന്ന വിഷയവും ഉന്നയിക്കും. ഡോക്ടർ അജിൻവ നായിക്, ഡോക്ടർ സൗമ്യദത്ത, ഡോക്ടർ SP ഉദയകുമാർ, N സുബ്രഹ്മണ്യൻ, M മുത്തുകൃഷ്ണൻ, ഡോക്ടർ SR ശർമ്മ എന്നിവർ ഈ ആവശ്യത്തിനായി ഡൽഹിയിലെത്തും.